കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച്, പിന്നെ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ തൊഴുതു വരുമ്പോൾ സർവ്വവിഘ്നങ്ങളും മാറ്റാനായിട്ട് പ്രാർത്ഥിക്കും ചെയ്യാം. അങ്ങനെ വന്ന് അനന്തശയനമൊക്കെ കണ്ട് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരം അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ആ ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. അങ്ങനെ കയറുമ്പോൾ ഇടത് വശത്തെ ആ മേൽപ്പത്തൂരിൻ്റെ പീഠം, കെടാവിളക്ക് ഒക്കെ ഇങ്ങനെ കാണാം. വലത് വശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച, നിറയെ ആ പ്രകാശം. അതിലിങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ കുട്ടിയെന്ന് പറയില്ല, എന്നാൽ അത്യാവശ്യം ഒരു 1-2 വയസ്സ് ഉണ്ടാവും അങ്ങനത്തെ. അതേപോലെ പട്ടുകോണകം തന്നെ എടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്, അരയിൽ പൊന്നോടക്കുഴൽ തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ മേളിലേക്ക് നോക്കുമ്പോൾ 2 കയ്യിൽ വെണ്ണയാണ്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. അതേപോലെ കഴുത്തിൽ നോക്കുമ്പോൾ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മുല്ലമുട്ടുമാല. 2 കൈ കൊണ്ടും ആ വെണ്ണൂരിലങ്ങനെ പിടിച്ച് കഴിക്കാനുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ്. കഴിക്കുന്നുണ്ട് കുറേശ്ശെ. അങ്ങനെയാണ്. അതായത് ആ മാറത്തൊക്കെ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഇങ്ങനെ പിടിച്ച് നിൽക്കില്ലേ 2 കൈയിലും കിട്ടിയപ്പോൾ, അതാണ്. അപ്പോൾ ഒന്ന് കഴിക്കാതെ പുഞ്ചിരിയാണെങ്കിലോ, എൻ്റെ കയ്യിൽ ഇത്ര വെണ്ണ ഉണ്ടല്ലോ, നിറച്ച് വെണ്ണ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു പുഞ്ചിരിയാണ്. എല്ലാവരും ചിരിച്ച് വിളിക്കുകയാണ്, ആർക്കൊക്കെ വേണ്ടേ വെണ്ണ, ആരൊക്കെ വിഷമമാണ് തീർക്കണ്ടേ, എല്ലാവരും വിഷമങ്ങളൊക്കെ മാറിക്കോട്ടെ, എൻ്റെ കയ്യിൽ ഇതാ ഈ വെണ്ണ പ്രസാദമായിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ നെറ്റിയിലാണെങ്കിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. 2 ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ സ്വർണത്തിൻ്റെ പൊന്നിൻ കിരീടം പുതിയത് ഇപ്പോൾ വെച്ചിട്ടുണ്ട് എന്നും ആരോ സമർപ്പിച്ചു തോന്നുന്നു. അതേമാതിരി 1 തിരുമുടിമാലയാണ്. തെച്ചി, തുളസി, കുറച്ച് വെളുത്തപ്പൂ. 2 ഉണ്ടമാല ഉണ്ട്. ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചി, തുളസി, വെളുത്തപ്പൂ ഒരേപോലെ. പിന്നെ ഒന്ന് കുറച്ച് ഇടയിൽ വെളുത്തപ്പൂവ്, പിന്നെ തെച്ചിയായിട്ട് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ 1 തിരുമുടിമാലയും 2 ഉണ്ടമാലയും ചാർത്തിയിട്ട് വെണ്ണക്കണ്ണൻ തന്നെയാണ്, വെണ്ണക്കണ്ണനായിട്ട് നിൽക്കുകയാണ്. വളരെ സുസ്മേരവദനായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ എന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരും എൻ്റെ കൂടെ അങ്ങനെ പോകുന്നോളൂ. എന്നെ കേൾക്കുന്നത് ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് ഭഗവാന്റെ തിരുമുമ്പിലാണെന്ന് അങ്ങനെ വിചാരിക്കുക. എന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ കൈക്കൊള്ളും. അപ്പോൾ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹം സാധിച്ചു തരും. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ചുവരിൻ്റെ മുകളിലത്തെ ലാലിലെ കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അതിനുശേഷം നേരെ ഗണേശനെ കാണാനായിട്ട് വരിക. ഗണേശൻ്റെ അവിടെ വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ ഇന്ന് കളപൊക്കെ ചാർത്തിയിട്ടുണ്ട്, നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. പാവുണ്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. പിന്നെ ധാരാളം മാലകളുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, കാതിൽ കടുക്കനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് ആ സരസ്വതി ദേവീനെ കാണുക, പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അങ്ങനെ വരുമ്പോൾ നേരെ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. ഒന്ന് തൊട്ട് തലോടൊക്കെ ചെയ്യാം. അതിനുശേഷം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ഓദിക്കൻ്റെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമനരൂപവും ഗജേന്ദ്രമോക്ഷവും ഒക്കെ കണ്ട് തൊഴുത് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെ നിന്ന്
ബ്രഹ്മാവിന് നല്ലൊരു മാല കൊടുത്തിട്ടുണ്ട്. അതേപോലെ ധാരാളം താമരമാലകളുണ്ട്. മുകളിൽ വിധാനമായിട്ട് നേരെ തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക, സാഷ്ടാംഗം നമസ്കരിക്കുക, സർവ്വ തെറ്റുകളൊക്കെ പറഞ്ഞങ്ങോട്ട് നമസ്കരിക്കുക. അപ്പോൾ ഭഗവാൻ ആ തെറ്റുകളൊക്കെ പുറത്തു തരും. അതിനുശേഷം നേരെ മുകളിലേക്ക് നോക്കിയ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ തന്നെ ആ മഹാഭാരതത്തിലെ ആ ഭീഷ്മരുടെ ശരശയ്യയിൽ കിടന്നിട്ട് സഹസ്രനാമം ചെല്ലുന്ന ആ ഒരു കാഴ്ച കാണാം. അതിനുശേഷം ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണൻ ഒക്കെ കണ്ടു തൊഴുത്, മുരുകനെയും കണ്ടു തൊഴുത് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ധാരാളം മാലകളുണ്ട്, ധാരാളം കുങ്കുമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ആ ഓവിൻ്റെ അവിടെ വരിക. ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നേരെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരമൊക്കെ കണ്ട് തൊഴുത് മണിക്കിണറും ഭഗവാന്റെ ആ നൃത്താറിയും കെടാവിളക്കൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ അവിടെ ഗോളകയാണ്. പിന്നെ ബാക്കി നല്ല ചുവന്ന പട്ട് ഉണ്ട്, ഒരു നീല പട്ട് പുറകുവശത്തുണ്ട്. പിന്നെ ധാരാളം മാലകളുണ്ട്, അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. ശിവേലി വിഗ്രഹത്തിൻ്റെ മുകളിലൊക്കെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നീട് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന ആ കെടാവിളക്ക് കണ്ട് തൊഴാം. അതേപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ വരുമ്പോൾ അവിടെയും കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, ധാരാളം പൂക്കളൊക്കെ ഉണ്ട്, അലങ്കാരമൊക്കെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ശുദ്ധി ചടങ്ങുകളൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ചൈതന്യം കൂടി നിൽക്കുന്ന ആ ഒരു സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡ ധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ വന്ന അവിടെ വന്നിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നേരെ നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.